പ്രളയത്തിൻ്റെ കെടുതികളും അപകടങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ഓടിക്കൂടുക സ്വാഭാവികമാണ്. അതിന് രണ്ട് മുഖങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. ഒന്നാമത്തേത് മനുഷ്യത്വത്തിൻ്റെ മുഖമാണ്. സഹായിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടെ നല്ല ഹൃദയമുള്ളവർ ഓടിയെത്തുക നമ്മൾ കാണുന്ന കാര്യമാണ്. അവർ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, ആശുപത്രികളിൽ അവരെ കൊണ്ടെത്തിക്കുന്നു. കൈയും മെയ്യും മറന്നാണ് അവർ സഹകരിക്കുന്നതും സഹായിക്കുന്നതും. സ്വന്തം ജീവനെ പോലും ഭയപ്പെടാതെയാണ് മറ്റുള്ളവരുടെ ജീവനെ അവർ സംരക്ഷിക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ മുഖം ഹൃദയശൂന്യരായ നീചന്മാരുടേതാണ്. അപകടഘട്ടങ്ങളിൽ പോലും എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവരാണ് അവർ. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വസ്തുക്കൾ ഒഴുകിപ്പോകും. അത് വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്ന സാധനങ്ങൾ സംഭരിക്കുക, സ്വന്തമാക്കുക എന്നുള്ളതാണ് ചിലരുടെ വിനോദം. ഇത് മറയാക്കി കൊള്ള നടത്താൻ ശ്രമിക്കുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ പത്രവാർത്തകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അപകട സ്ഥലത്ത് ഓടിയെത്തുന്നവർ വിലപ്പെട്ട സ്വർണം മറ്റ് വാർത്താമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാഹന അപകടമുണ്ടാകുന്ന ഇടങ്ങളിലേക്ക് ഓടിയെത്തുന്നവരിൽ ചിലർ ആദ്യമേ തിരയുന്നത് പരിക്ക് പറ്റിയവരെയല്ല, അവരുടെ സാധനങ്ങളെയാണ്. സ്വർണ്ണ ഉരുപ്പടികൾ, അപകടത്തിൽപ്പെട്ടവരുടെ സ്വർണം, പണം, അതിനു പുറമെ വണ്ടിയിൽ വിലപ്പെട്ട മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു മാറ്റാനാണ് ചിലർ ശ്രമിക്കുന്നത്. നമ്മൾ കേരളീയർ നമ്മുടെ സ്വഭാവം പരിശോധിക്കുന്ന ഒരു സന്ദർഭമായിട്ട് നമ്മുടെ സ്വഭാവത്തിൻ്റെ തനിനിറം വെളിപ്പെടുന്നത് വിപത്ത് ഘട്ടങ്ങളിലാണ്. അപകടത്തിൽപ്പെട്ടവരുടെ സ്വർണം, മൊബൈൽ ഫോണ്, അവരുടെ പേഴ്സ്, വാച്ച് എന്നിങ്ങനെ വിലപിടിപ്പുള്ള എന്തെങ്കിലും അടിച്ചു മാറ്റാനുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ തനിനിറം ഇതുപോലെയുള്ള ആപൽ ഘട്ടങ്ങളിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ്.